അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൈനിറയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടൂ. 1000 രൂപയുടെ ഓരോ പർച്ചേസിനും 500 രൂപ വില വരുന്ന ഫുഡ് കണ്ടെയ്നർ സമ്മാനം. 2000 രൂപയുടെ ഓരോ പർച്ചേസിനും 700 രൂപ വില വരുന്ന ഇന്നർ സ്റ്റീൽ കാസറോൾ സമ്മാനം. 4000 രൂപയുടെ ഓരോ പർച്ചേസിനും 1000 രൂപ വില വരുന്ന ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം. 5000 രൂപയുടെ ഓരോ പർച്ചേസിനും 1200 രൂപ വില വരുന്ന ട്രക്കിംഗ് ബാഗ് സമ്മാനം. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള വിലകളിൽ ട്രെൻഡിംഗ് ലേഡീസ് ജെന്റ്സ് കിഡ്സ് വസ്ത്രങ്ങൾ അറ്റ്ലസിൽ നിന്നും ഇപ്പോൾ ലാഭത്തിൽ സ്വന്തമാക്കാം. ട്രെൻഡിയും ഫാഷനബിളുമായുള്ള വസ്ത്രങ്ങൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറ്റ്ലസ് ഫാഷനിൽ നിന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ. കൈ നിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. ഇൻസ്പയർ അക്കാദമിയിൽ സ്വാതന്ത്ര്യദിന പരിപാടി ആഘോഷിച്ചു. രാജ്യത്തിന്റെ പുരോഗതിയിൽ യുവതലമുറയുടെ പങ്ക് വലുതാണെന്ന് നിലമ്പൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് മോഹൻ. ഇൻസ്പയർ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ നിലമ്പൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് മോഹൻ ദേശീയ പതാക ഉയർത്തുകയും ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. നമ്മളൊന്ന് 80ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ചടങ്ങിലാണ് നിൽക്കുന്നത്. സ്വാഭാവികമായും ഒരു സ്വാതന്ത്ര്യ ദിന ആഘോഷ ചടങ്ങുകളിൽ നാം നമ്മുടെ മഹത്തായ ഇന്ത്യയുടെ ഈ പാരമ്പര്യവും സ്വാതന്ത്ര്യവും നേടിത്തന്ന നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരെ സ്മരിക്കുക എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ ഒരു കടമയാണ്. ഇന്ന് നമ്മൾ 8 പതിറ്റാണ്ടായി സ്വാതന്ത്ര്യം നേടിയിട്ടെങ്കിലും ഈ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പുണ്ടായിരുന്ന ഇന്ത്യയുടെ ഒരു പശ്ചാത്തലമല്ല നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അത്രമാത്രം ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞു കഴിഞ്ഞിരുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ബ്രിട്ടീഷ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അഗ്നിവേശം മൂലം ഒരു നൂറ്റാണ്ടിലേറെ കാലം അതിൻ്റെതായ ദുരിതങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞ് പിൽക്കാലത്ത് വർഷങ്ങളുടെ നീണ്ട സമര കോലാഹല ബഹളങ്ങൾക്കൊടുവിൽ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യ ഒരു പൂർണ്ണ പരമാധികാര സ്വതന്ത്ര രാജ്യമായി മാറിത്തീരുകയാണ്. അതിനുശേഷം ഇന്ന് നീണ്ട 80 വർഷങ്ങൾ നാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ 80 വർഷങ്ങൾ നമ്മൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. എന്നിരുന്നാലും ഇന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാറി മാറി വന്ന് നമ്മുടെ ഭരണഘടന ശില്പികൾ, ഭരണകർത്താക്കൾ ഇവരുടെ എല്ലാം അശ്രാന്തമായ പരിശ്രമം കൊണ്ട് നമ്മളിന്ന് ലോക രാജ്യങ്ങളുടെ ഇടയിൽ 5ാമത് സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇത് 198 രാജ്യങ്ങളാണ് UNOയിൽ, 195ഓളം രാജ്യങ്ങൾ UNOയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിലെ 195 രാജ്യങ്ങളിൽ 5ാമത്തെ സ്ഥാനം നേടാൻ ഇന്ത്യക്കായി എന്നുള്ളത് ഇന്ത്യ ഇന്ന് നേരിട്ട ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായിട്ട് വേണം കാണാൻ. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗസ്മരണകൾ പുതുക്കിയ ഉദ്ഘാടന പ്രസംഗത്തിൽ രാജ്യത്തിന്റെ വളർച്ചയിലും പുരോഗതിയിലും യുവതലമുറ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് സുരേഷ് മോഹൻ അഭിപ്രായപ്പെട്ടു. കൃത്യമായ ലക്ഷ്യബോധത്തോടെ വിദ്യാഭ്യാസത്തെ സമീപിക്കാനും മികച്ച പൌരന്മാരായി വളരാനും വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്ത വിനീത് മയ്യന്താണി, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സമീർ പുളിക്കൽ എന്നിവർ സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകി. വിദ്യാർത്ഥികളിൽ ദേശീയബോധവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിൽ ഇൻസ്പയർ അക്കാദമി നടത്തുന്ന ഇടപെടലുകളെ അതിഥികൾ പ്രശംസിച്ചു. അക്കാദമി അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും മധുര പലഹാര വിതരണവും നടന്നു. N4 ന്യൂസ്, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് വെഡിംഗ്. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.